ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസയും ജയനിർമ്മലയും നേരെ സൂര്യപ്രഭയിൽ നിന്നും ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഡോക്ടർ പരിശോധന കഴിഞ്ഞ ശേഷം അവരോട് പറയുകയാണ്, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി നിങ്ങൾ തന്നെ നല്ല ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മാനസയെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കൂടി കാണണം എന്ന് പറയാണ്. അതെന്തിനാ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജയനിർമ്മല. അപ്പോൾ പറയുകയാണ്, നമ്മുടെ രണ്ടു കൂട്ടരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇവിടെ തന്നെ തുടർന്ന് പ്രസവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, അത് എൻ്റെ ജോലിയെ വരെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ആർക്കും അത്ര പെട്ടെന്നൊന്നും ഒന്നും കണ്ടെത്താനാവുകയില്ല. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ജയനിർമ്മലയും മാനസയും കൂടി മറ്റൊരു ഡോക്ടറെ കാണണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് നിന്നും പോയ ശേഷം വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തുന്ന സമയത്ത് മാനസയ്ക്കും ജയനിർമ്മലയ്ക്കും ചെറിയ ഒരു പേടിയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവരുടെയൊക്കെ മുന്നിൽ ഈ കാര്യം അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഭയമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ജയനിർമ്മല രണ്ടും കൽപ്പിച്ച് മാനസയുടെ കയ്യും പിടിച്ച് അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദേവനും സൂര്യയും ഭാവനയും കൂടി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വന്നല്ലോ, അവർ എത്തി ഭാവന എന്ന് പറഞ്ഞ് ഭാവനയൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും ദേവനും കൂടിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ പരിങ്ങലോട് കൂടിയിട്ടാണ് മാനസയും ജയനിർമ്മലയും വരുന്നത്. അങ്ങനെ ദേവൻ ചോദിക്കുകയാണ്, അല്ല ജയ, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ സൂര്യപ്രഭയിൽ നിന്നും കുറേ നേരമായല്ലോ നിങ്ങൾ പോന്നിട്ട്, പിന്നെ എവിടെയായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ജയനിർമ്മല പേടിയോട് കൂടി പറയുകയാണ്, അത് ഞങ്ങൾ വരുന്ന വഴി ഡോക്ടറുടെ അടുത്ത് കയറി എന്ന് പറയുമ്പോൾ എന്തിന് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് മാനസയ്ക്ക് ചെറുതായിട്ടൊരു വയറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്താണ് എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ചോദിക്കുകയാണ്, ഏത് ഡോക്ടറുടെ അടുത്തേക്കാണ് നിങ്ങൾ പോയത് എന്ന് ഭാവന ചോദിക്കുമ്പോൾ ജയനിർമ്മല പറയാം, നിന്നെ കാണിക്കുന്ന അതേ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ എന്ന് പറയും. അത് ഗൈനക്കോളജി അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്തിനാ മാനസയും കൂട്ടിയിട്ട് അവിടേക്ക് പോയത് എന്ന് വീണ്ടും ഭാവന ചോദിക്കുകയാണ്. അങ്ങനെ പരുങ്ങലോട് കൂടി ജയനിർമ്മല പേടിയോട് കൂടി പറയുകയാണ്, ഇവൾ ഗർഭിണിയാണ് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മൂന്ന് പേരും ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. സൂര്യയും ഭാവനയും ദേവനും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയും, എന്താ ആൻറ്റി പറഞ്ഞത് എന്ന് ഭാവന വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, മാനസ ഗർഭിണിയാണ്, അപ്പോൾ പിന്നെ ഗൈനക്കോളജിയെ തന്നെയല്ലേ കാണേണ്ടത് എന്ന് പറയുന്ന സമയത്തൊക്കെ മൂന്ന് പേരും ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് കേൾക്കുന്നത്. അങ്ങനെ ഭാവന സൂര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ദേ സൂര്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. എന്താണ് പറയേണ്ടത് എന്നറിയാതെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന നേരെ മാനസയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്താ മാനസ, എന്താണ് നീ, നിനക്ക് എന്താണ് സംഭവിച്ചത്, ആരാണ് നിന്നെ ചതിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ ഇവരാകെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അങ്ങനെ മാനസ പറയുകയാണ്, ഭാവന നീ വിചാരിക്കുന്നത് പോലെ ഞാൻ പിഴച്ചു പോയിട്ടൊന്നുമില്ല എന്ന് പറയാണ്. പിന്നെ നീ എങ്ങനെയാണ് ഗർഭം ധരിച്ചത് എന്ന് ചോദിക്കും. ഭാമയ്ക്ക് നടക്കാത്ത കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുത്തു എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് സൂര്യയും ഭാവനയും ആകങ്ങ് ഷോക്കായി പോവുകയാണ്. ഒന്നും മനസ്സിലായില്ല എന്നങ്ങ് പറയുമ്പോൾ വിശദമായിട്ട് തന്നെ പറയുകയാണ്, ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ എനിക്ക് സമ്മതമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഏറ്റെടുത്തത് എന്ന് പറയണം. അതുകൂടി കേട്ടതോടുകൂടി മൂന്ന് പേരും ആകെ വീണ്ടും ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന സൂര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയതേ സൂര്യ, ഇവള് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭാവന പറയുന്നത്. അങ്ങനെ ഭാവനയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരൽ തുടങ്ങി. എന്നിട്ട് ഭാവന വീണ്ടും മാനസയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, നീ എന്ത് വിഡ്ഢിത്തരമാണ് മോളെ നീ കാണിച്ചത്, നീ എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നത്, നിന്റെ ജീവിതമാണ് നീ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, ഇനിയും വഴുകിയിട്ടില്ല, വാ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം, സൂര്യ വായോ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മാനസ പറയും, ഇല്ല ഞാൻ എവിടേക്കും വരില്ല, ഞാൻ ഇത് തീരുമാനമെടുത്തത് തന്നെയാണ് എന്ന് പറയുമ്പോൾ നിനക്കിതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് എന്ന് വീണ്ടും ഭാവനയും സൂര്യയും കൂടി ചേർന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ മാനസ ഉറച്ചു തന്നെ നിൽക്കുകയാണ്, ഇല്ല ഇത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ് എന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ ദേവൻ പറയും, ഇതിനൊക്കെ കാരണം ഈ നിൽക്കുന്ന ജയ തന്നെയാണ്, ജയ പറഞ്ഞിട്ടാവും മാനസ ഇങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ മാനസ വീണ്ടും പറയും, അല്ല എന്നോട് ആൻറ്റി പറഞ്ഞതല്ല, ഞാനാണ് ആൻറ്റിയോട് പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ ഇക്കാര്യം അങ്ങ് അംഗീകരിക്കാനാവാതെ ദേവൻ ജയനിർമ്മലയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് ജയനിർമ്മലയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. എന്തിനാണെങ്കിലും നീ ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നീ കളഞ്ഞത്, അവളുടെ ഭാവിയാണ് ഇല്ലാതാക്കിയത്, അവൾക്ക് വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് നീ അതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു, ഇതൊക്കെ നിന്റെ കുരുട്ട്
ബുദ്ധി തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മലയെ ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ദേവൻ. അങ്ങനെ അടി കിട്ടിയതോടുകൂടി ജയനിർമ്മലയുടെ നിന്നും തുരുതുരാന കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് മാനസ എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും നല്ലത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് പറയാണ്. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി പറയുകയാണ്, ഇത് വൈകിയിട്ടില്ല, ഇത് പുറത്താരും അറിഞ്ഞിട്ടില്ല. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ വീടിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ വരണം ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് സൂര്യയും വിളിക്കുകയാണ് കേട്ടോ മാനസയെ. പക്ഷേ മാനസ പറയുകയാണ്, നിങ്ങൾ ആര് തന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിൽ നിന്നും ഉറച്ച ഒരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോയിക്കോളാം. ഈ കുഞ്ഞിനെ ഞാൻ കളയുകയില്ല. ഈ കുഞ്ഞിനെ വളർത്താൻ മാർഗമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയാൽ പ്രശ്നം തീരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ജയനിർമ്മല പറയുകയാണ്, മോൾ എവിടേക്കും പോകുന്നില്ല, മോള് ഇവിടെ തന്നെ നിൽക്കും. ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, നീ എടുത്ത തീരുമാനത്തിനോട് യോജിക്കുന്നത് ഈ ആൻറ്റി തന്നെ. ആൻറ്റി കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നും പറഞ്ഞ് മാനസയുടെ കയ്യും പിടിച്ചിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേവനും ഭാവനയ്ക്കും സൂര്യയ്ക്കും ഒന്നും പറയാനാവാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടു കൂടി സൂര്യ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. ദേവനും ഒന്നും മിണ്ടാതെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന പൊട്ടിക്കരയുകയാണ്. എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഭാവന ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സൂര്യ ആണെങ്കിലോ എന്താണ് കാണിക്കേണ്ടത് എന്ന് അറിയാതെ സൂര്യയ്ക്കും നന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ്. അമ്മയുടെ ഈ എടുത്തുചാട്ടം കൊണ്ട് എന്തൊക്കെയാണാവോ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ സൂര്യ ഭ്രാന്ത് പിടിച്ച് ആലോചിക്കാനാണ് കേട്ടോ. ആ സമയത്ത് സൂര്യയുടെ അടുത്തേക്ക് ഭാവന വരികയാണ്. എന്നിട്ട് ഭാവന കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഭാവനയ്ക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയുന്നില്ല സങ്കടം കൊണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഭാവന കുടിക്കുകയാണ്. എന്നിട്ട് സൂര്യയോട് പറയുകയാണ്, സൂര്യ എന്താണ് നമ്മൾ ചെയ്യുക? മാനസയുടെ ജീവിതമാണ് ഇത് വെച്ച് ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത്. മാനസ ഈ ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം കല്യാണം കഴിയാത്ത പെൺകുട്ടി കൂടിയാണ് എന്ന് പറയട്ടോ. അങ്ങനെ അക്കാര്യം അവർ താഴെ നിന്ന് തന്നെ പറയുന്ന സമയത്ത് ജയനിർമ്മല പറയുന്നുണ്ട് കേട്ടോ, അതിന് ഭാമ ചെയ്യുന്നത് തെറ്റ് തന്നെയായിരുന്നില്ലേ? ഭാമയുടെ കുഞ്ഞ് ചെറിയ ഒരു കുഞ്ഞായിരുന്നില്ലേ? എന്നിട്ടും ഭാമ ഇക്കാര്യം ഏറ്റെടുത്തപ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ജയനിർമ്മല. ആ സമയത്ത് അവർക്ക് എല്ലാവർക്കും ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട്. ഭാവന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിയാത്ത പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് ഭാവന പറയുന്ന സമയത്താണ് ജയനിർമ്മല ഇങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നത്. ഭാമ ചെയ്തത് അപ്പോൾ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് സൂര്യയ്ക്കും ഭാവനയ്ക്കും. അങ്ങനെ സൂര്യയും ഭാവനയും സംസാരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുക, മാനസയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും തിരുത്തണം എന്ന് പറയാണ്. അപ്പോഴാണ് മാനസ അവിടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് പറയണേ, ഇതൊക്കെ അമ്മയുടെ ഒരൊറ്റ വാശി കൊണ്ട് ഉണ്ടായതാവും എന്ന് സൂര്യ പറയുമ്പോൾ, അല്ല, ഇതിൽ ആൻറ്റിയെ കുറ്റപ്പെടുത്തരുത്, ഇത് എൻ്റെ തീരുമാനം തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളോട് ചെയ്ത ചതിക്ക് എനിക്ക് ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം ഏറ്റെടുത്തത് എന്നൊക്കെ മാനസ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഭാവന വീണ്ടും ചോദിക്കുകയാണ്, മോളെ നീ എടുത്ത ഈ തീരുമാനം തെറ്റാണ്, ഇത് നിയമവിരുദ്ധമാണ്, നീ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കരുത് എന്ന് പറയുമ്പോൾ, എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോവും, പക്ഷേ ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും കളയുകയില്ല. ഈ കുഞ്ഞിനെ വളർത്താനൊക്കെ എനിക്കറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ മാനസ ഉറച്ചു തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയ്ക്കും സൂര്യയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ സങ്കടപ്പെടുകയാണ്. അടുത്ത എപ്പിസോഡിൽ ജയനിർമ്മലയുടെ അടുത്തേക്ക് സൂര്യ ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ ദേഷ്യപ്പെടാതെ ജയനിർമ്മലയോട് സംസാരിക്കുകയാണ്, അമ്മ ഈ കാണിച്ചത് വലിയൊരു വിഡ്ഢിത്തരം തന്നെയാണ്. എൻ്റെയും ഭാവനയുടെയും കുഞ്ഞിന് ജന്മം നൽകാൻ മറ്റെന്തെങ്കിലും ഒരു വഴി നമുക്ക് ആലോചിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഒരിക്കലും മാനസയുടെ ജീവിതം വെച്ച് അമ്മ ഇങ്ങനെ ഒരു കളിക്ക് ഒരുങ്ങരുതായിരുന്നു. ഇപ്പോൾ അവളുടെ ജീവിതമാണ്, അവളുടെ ഭാവിയാണ് അമ്മ ഇല്ലാതാക്കിയത്. ഇത് ഒരിക്കലും അമ്മ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. ഇതൊരു പെൺകുട്ടിയോട് അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും അവളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്ന് കരുതിയിട്ട് ഒരിക്കലും അവളെ ഇതിലേക്ക് ചാടിക്കരുതായിരുന്നു അമ്മ. അവളാണ് ഇങ്ങനെ ഒരു കാര്യം അമ്മയോട് പറഞ്ഞതെങ്കിൽ അത് അമ്മ തടയണമായിരുന്നു എന്നൊക്കെ സൂര്യ ജയനിർമ്മലയോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ജയനിർമ്മലയ്ക്ക് സൂര്യയുടെ ആ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് വേണ്ടായിരുന്നു എന്നിങ്ങനെ തോന്നുകയാണ്. ജയനിർമ്മല പറയുന്നുണ്ട്, ഞാനായിട്ടല്ല ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, എന്നോട് മാനസിയാണ് ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങളോടൊന്ന് സംസാരിക്കാമായിരുന്നില്ല? അമ്മ ഇങ്ങനെ ഒരു തീരുമാനം
തീരുമാനം എടുക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങളുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ മറ്റൊരാൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞങ്ങളോടെങ്കിലും ഒന്ന് സംസാരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും സൂര്യ ജയനിർമ്മലയെ കുറ്റപ്പെടുത്തുകയാണ്. ആ സമയത്തൊക്കെ ജയനിർമ്മല ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ സൂര്യയുടെ മുന്നിൽ ജയനിർമ്മല ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ്. മാനസയിലൂടെയാണെങ്കിലും കുഞ്ഞിനെ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം ജയനിർമ്മലയുടെ ഉള്ളിൽ അത്രയ്ക്കധികമുണ്ട്. അങ്ങനെ ഭാവന നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീട്ടിലുള്ളവർ എല്ലാവരും സന്തോഷത്തോടു കൂടി പുറത്തു നിൽക്കുകയായും സേതുവും മായയും ഭാനുവും ഭാമയും ഗായത്രിയൊക്കെ ഉണ്ടാവും. ആ സമയത്താണ് ഭാവന അവിടേക്ക് വരുന്നത്. അങ്ങനെ ഭാവന കരഞ്ഞു വിഷമിച്ച് വരുന്നതാണ് അവർ കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ മോളെ, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരോടും ചേർന്ന് ഭാവന ഇക്കാര്യം പറയുകയാണ്. മാനസയാണ് ഭാമ ഏറ്റെടുക്കാൻ പോയ ദൗത്യം മാനസയാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. മാനസ ഇപ്പോൾ ഗർഭിണിയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞതോടുകൂടി എല്ലാവരും ആകെ ഷോക്കായി പോവുകയാണ്. എന്ത് വിഡ്ഢിത്തരമാണ് ആ കുട്ടി കാണിച്ചത് എന്നുള്ളതിൽ കേട്ടോ. അപ്പോൾ എന്ത് തന്നെ പറഞ്ഞിട്ടും അവൾ ഇതിൽ നിന്നും പിന്മാറുന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവളുടെ അച്ഛനും അമ്മയും ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യാനൊരുങ്ങുകയാണ് എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഇത് ശരിയല്ല എന്നൊക്കെ ഭാവന പറയുന്നുണ്ട്. ഭാവനയ്ക്ക് ചെറിയൊരു പേടിയും വരുന്നുണ്ട്. സൂര്യയെയും മാനസയും ഒന്നിക്കാൻ വേണ്ടി ജയനിർമ്മല നോക്കിയത് ഓർമ്മയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എല്ലാവരുടെയും മനസ്സിൽ ആ സമയത്ത് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം സൂര്യയും ഭാവനയും കൂടി മാനസയെ തിരയുകയാണ് കേട്ടോ. മാനസയാണെങ്കിലോ ഒരു കത്തും എഴുതി വെച്ച് മാനസ അവിടെ നിന്നും പോയിട്ടുണ്ടാവും.